ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ അച്ഛന്മാരെ കാണുമ്പോൾ അമ്മമാരൊക്കെ മിക്കവാറും ചോദിക്കാറുണ്ട്, എന്താണ് മുഖത്ത് വല്ല ക്ഷീണം ഉണ്ടല്ലോ, ഈ സൗണ്ടിനൊക്കെ ഇത്തിരി ഇടർച്ചയുണ്ടല്ലോ. ചെയ്യണമെന്നും വേണ്ടെന്നല്ല പറയണത്, ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ടെന്നുള്ളതാണ്. ആദ്യ കുർബാന അർപ്പണത്തിൻ്റെ അന്ന് നന്ദി പറയുമ്പോൾ കരയില്ലെന്നുറപ്പിച്ച ദൃഢനിശ്ചയവുമായിട്ട് നിൽക്കുന്ന ഒരു അമ്മയുടെ മുഖം എപ്പോഴും തെളിയാറുണ്ട് ഈ 4ാമത്തെ കുരിശിൻ്റെ വഴിയുടെ സ്ഥലത്ത്. ഞാൻ കൂടെ നിന്നുകൊണ്ട് നിയോഗങ്ങൾ പൂർത്തിയാക്കാനായിട്ട് സഹായിക്കുന്ന ഒരമ്മയുടെ കരുത്തുറ്റ ഒരു സാന്നിധ്യമാണ് നമ്മൾ 4ാം സ്ഥലത്ത് കാണുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന കണക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ മൊഴികൾ കുറച്ചുകൂടെ അതിൻ്റെ ഡെപ്ത് കൈവരിക്കുന്നത് അത് ഈ അമ്മമാർ പറയുമ്പോഴാണെന്ന് തോന്നുന്നു. അവർ മക്കളെ ഇങ്ങനെ വിട്ടുകൊടുത്തേക്കാണ്. ശരിക്കും ബലിക്കുഞ്ഞാടിൻ്റെ മുദ്രയുള്ള ഈ മകൻ തനിക്ക് വേണ്ടി മാത്രമുള്ളവനല്ല എന്ന് ഉറപ്പിച്ച ബോധ്യത്തോടുകൂടെ പരിശുദ്ധ മാതാവ് പറയുന്നുണ്ട്, അവൻ പറയണത് പോലെ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് മരണത്തിലേക്കാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയണേ. അങ്ങനെ വിട്ടുകൊടുത്ത ഒരു കുഞ്ഞാണ്. ശരിക്കും ഇതുപോലെ മനസ്സുകൊണ്ട് വിട്ടുകൊടുത്തിട്ടുള്ള, മനസ്സ് വേദനിച്ചിട്ടാണെങ്കിലും ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് വിട്ടുകൊടുത്തിട്ടുള്ള കുറച്ചു പേരുടെ നന്മകളുടെ ബേസിലാണ് ഈ ലോകത്ത് പല നല്ല കാര്യങ്ങളും നടന്നിട്ടുള്ളതെന്ന് അറിയുക. ഈ ഫോൺ കണ്ടുപിടിച്ച, റിസീവറൊക്കെ കണ്ടുപിടിച്ച ആ മനുഷ്യനുണ്ടല്ലോ, അയാളെ പറ്റി വായിക്കുമ്പോൾ നമ്മളുടെ കണ്ണ് നിറയാനുള്ള കാര്യം അതാണ്. ഇയാൾ ഒരിക്കലും വീട്ടിലേക്ക് ഫോൺ ചെയ്തില്ല എന്ന് പറയണത്. കാരണം അവിടെ ഭാര്യയ്ക്കും മകൾക്കും ചെവി കേൾക്കില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ് ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തുന്നത്. കർത്താവെ, ഇങ്ങനെ ഞങ്ങളൊന്നും വിട്ടുകൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തോടു കൂടെ വേണം ഈ ഒരു 4ാം സ്ഥലത്തായിരിക്കാനായിട്ട്. ഈ റോം ഷർമിള എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് വായിച്ചിട്ടുണ്ടാവും. ഒരു നാടിനെ മുഴുവൻ പട്ടാളക്കാരുടെ അടിമത്വത്തിൽ നിന്ന്, പട്ടാള ഭരണത്തിൻ്റെ ക്രൂരതയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് മണിപ്പൂർ ഇങ്ങനെ കാലങ്ങളായിട്ട് ഭക്ഷണം ഒരിത്തിരി പോലും തൊടാതെ നിരാഹാരം കിടന്നൊരു സ്ത്രീയാണ്. അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ലോകം മുഴുവൻ പറയുന്നുണ്ട്, നീ തോറ്റുപോകും. പക്ഷേ സതീദേവി എന്ന് പറയുന്ന അമ്മ തലയിൽ കൈവച്ചിട്ട് ഒരു ആശീർവാദം കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനി ജയിക്കാതെ നമ്മൾ തമ്മിൽ കാണില്ല. ആർക്ക് വേണ്ടിയിട്ടാ? അവരുടെ ജീവിതത്തിന് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോണില്ല. അവരുടെ സന്തോഷം മുഴുവൻ അതോടുകൂടി ഇല്ലാതാവാം. മകള് പോലും ഇനി കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റാത്തൊരു യാത്രയിലേക്കാണ് അവർ അനുഗ്രഹിച്ചു വിടണേ. പക്ഷേ പറഞ്ഞല്ലോ, ഇങ്ങനെ ആരൊക്കെയോ വിട്ടുകൊടുക്കുന്നതിൻ്റെ പേരിലാണ് ഈ ലോകത്ത് കുറേയേറെ നന്മയുള്ള മനുഷ്യരും നന്മയുള്ള കാര്യങ്ങളും നടന്നിരിക്കുന്നതെന്ന്, ലോകത്തിന് ഒരുപാട് നന്മയുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്നൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. പല മക്കളുടെയും പിന്നിൽ ഇങ്ങനെ മുന്നിൽ നിന്ന് ലോകത്തെ നയിക്കുകയും നന്മയിലൂടെ നടത്തുകയും ചെയ്യുന്ന പല മനുഷ്യരുടെയും പിറകിൽ ആ കണ്ണുനീരോടുകൂടെ ബലപ്പെടുത്തി നിൽക്കുന്ന ഇതുപോലുള്ള ചില മനുഷ്യരുണ്ട്. അത് ചിലപ്പോൾ അമ്മയാകാം, അപ്പനാകാം, സഹോദരങ്ങളാവാം, ആരുമായിക്കൊള്ളട്ടെ. അതിലൊരാളാവാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരെ ഓർത്ത് ഒന്ന് നന്ദി പറയാനെങ്കിലും ഉള്ളൊരു കാലമാണിതെന്ന് തിരിച്ചറിയണം. ഈ നന്മകൾക്കൊക്കെ പിന്നിൽ ബലിയായി മാറിയ പരിശുദ്ധ മാതാവിനെ കുറിച്ചൊരു പുസ്തകമുണ്ട്, അങ്ങനെ ബലിക്ക് പിന്നിലെ ബലികൾ എന്ന് പറഞ്ഞിട്ട്. ഈശോ കുരിശിൽ മരിച്ചതുപോലുള്ള അത്രയും തന്നെ സഹനാനുഭവങ്ങളിലൂടെയും വേദനയിലൂടെയും കടന്നു പോയൊരു അമ്മയുടെ കൂടെ കഥയാണ് കുരിശിൻ്റെ വഴിയുടെ കഥ എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. അങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തങ്ങളുടെ ജീവനെ തന്നെയും വിട്ടുകൊടുത്ത് ഒരുപാട് പേരുടെ മുൻപിൽ കൂപ്പുകരങ്ങളോടുകൂടെ നിൽക്കാനൊരു കാലം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.